ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലെ ഒരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. ഒരു കിടിലം ഒരു സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ അടിപൊളി ഒരു ഐറ്റമാണ് മുട്ടച്ചോറാണ് തയ്യാറാക്കാൻ പോകുന്നത്. കുറച്ച് ചോറ് ബാക്കി വന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് വെറുതെ വേസ്റ്റാക്കി കളയണ്ടല്ലോ എന്ന് തോന്നി. അപ്പോൾ മുട്ടച്ചോറ് തയ്യാറാക്കാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ കൂടെ വേറെ കറികളൊന്നും ആവശ്യമില്ല കേട്ടോ. കറിയൊന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് സിമ്പിളായിട്ട് തയ്യാറാക്കി നല്ല സ്വാദിഷ്ടമായ മുട്ടച്ചോറ് തയ്യാറാക്കി കഴിക്കാം കേട്ടോ. അപ്പോൾ ഇത് കൂടുതലും ബാച്ചിലറായിട്ടുള്ളവർക്കൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ തട്ടിക്കൂട്ടി തയ്യാറാക്കാൻ പറ്റിയ ഒരു വിഭവമാണ്. ഇപ്പോൾ ടൈമില്ല ചെയ്യാനായിട്ട്, കുക്ക് ചെയ്യാനായിട്ടുള്ള സമയം ഒക്കെ കുറവാണെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള തട്ടിക്കൂട്ടിയുള്ള ഐറ്റമൊക്കെ തയ്യാറാക്കിയിട്ട് നല്ല രീതിയിൽ ചെയ്ത് സ്വാദിഷ്ടമായിട്ട് കഴിക്കാൻ പറ്റിയൊരു വിഭവമാണ്. അപ്പോൾ കുറച്ച് നാൾ മുമ്പ് ഞാൻ ഇതേപോലത്തെ ഒരു സിമ്പിളായിട്ട് തയ്യാറാക്കിയ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, തക്കാളി ചോറിൻ്റെ ഒരു റെസിപ്പി. അപ്പോൾ അത് ഒരുപാട് റിച്ചായ ഒരു വീഡിയോ ആണ്. നല്ല വ്യൂസും നല്ല ലൈക്കും കമൻറ്റും ഒക്കെ വന്ന ഒരു വീഡിയോ ആയിരുന്നു കേട്ടോ. അപ്പോൾ തക്കാളി ചോറ് ചെയ്യുന്ന റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ട് അതേപോലെ ട്രൈ ചെയ്ത് നോക്കി നല്ല സ്വാദിഷ്ടമായ വിഭവമാണെന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് അഭിപ്രായങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് സന്തോഷം തോന്നി. അങ്ങനെ ആ അഭിപ്രായമൊക്കെ കണ്ടപ്പോൾ നമ്മളുണ്ടാക്കിയ ഒരു റെസിപ്പി നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ട് അത് ട്രൈ ചെയ്ത് നോക്കിയെന്ന് പറഞ്ഞപ്പോൾ സന്തോഷം തോന്നി കേട്ടോ. അപ്പോൾ ഇനിയും ഇതേപോലത്തെ തട്ടിക്കൂട്ടി പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ വിഭവങ്ങളൊക്കെ തയ്യാറാക്കി വീഡിയോസൊക്കെ ഇടണമെന്ന അഭിപ്രായങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നാളെ അങ്ങനത്തുള്ള വീഡിയോസൊക്കെ ചെയ്തിട്ട്, അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ മുട്ടച്ചോറ് തയ്യാറാക്കുന്ന അങ്ങനത്തെ ഒരു എളുപ്പത്തിൽ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയൊരു വിഭവം മുട്ടച്ചോറിൻ്റെ റെസിപ്പി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് കാണാം. ഓക്കെ, എണ്ണ ചൂടാവാൻ വെച്ചു. നമുക്ക് മുട്ടച്ചോറിനുള്ള സവാളയൊക്കെ വഴറ്റിയെടുക്കാം. കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. എണ്ണ ചൂടായി, കടുക് പൊട്ടിക്കഴിഞ്ഞാൽ സവാളയും പച്ചമുളകൊക്കെ ഇട്ട് വഴറ്റാം. കടുക് പൊട്ടിക്കഴിഞ്ഞു, സവാളയും പച്ചമുളകും ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. സവാളയും പച്ചമുളകൊക്കെ നല്ലപോലെ എണ്ണയിൽ മൊരിഞ്ഞ് വഴറ്റിയെടുത്തു. ഇനി നമുക്ക് മുട്ടയും കൂടി ചേർത്ത് കൊടുക്കാം. 2 മുട്ടയാണ് ഞാനിവിടെ എടുക്കുന്നത്. അപ്പോൾ ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് മുട്ട ചേർക്കാം കേട്ടോ. മുട്ടയിലോട്ട് അല്പം ഉപ്പും കൂടി ഇടുന്നുണ്ട്. അല്പം മഞ്ഞൾപ്പൊടിയും എരിവിനനുസരിച്ച് മുളക് പൊടിയും ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ഇടാം കേട്ടോ. അപ്പോൾ കുരുമുളകിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ മുട്ടയൊക്കെ മൊരിഞ്ഞ് സെറ്റായി വന്നിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ചോറും കൂടി ചേർത്ത് കൊടുക്കാം. ഓരോരുത്തരുടെ ഫ്ലേവറിനനുസരിച്ച് ചിക്കൻ മസാലയോ ഗരം മസാലയോ ഒക്കെ ചേർക്കാവുന്നതാണ് കേട്ടോ. മല്ലിയിലയും വേപ്പിലയൊക്കെ തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർക്കാം കേട്ടോ. ഞാൻ അതൊന്നും ചേർത്തിട്ടില്ല ഇവിടെ. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർക്കാവുന്നതാണ്. അതൊന്നും ഇല്ലെങ്കിൽ തന്നെ നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ വളരെ സ്വാദിഷ്ടമായ മുട്ടച്ചോറ് തയ്യാറാക്കാം. ഇന്നത്തെ ഈ മുട്ടച്ചോറിൻ്റെ വിഭവം എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. തക്കാളി ചോറിൻ്റെ വീഡിയോ ചാനലിലുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാത്തവരുണ്ടെങ്കിൽ ചാനൽ ചെക്ക് ചെയ്ത് കാണാം. ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.